ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? മത്തനില കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ തന്നെയാണ് മത്തൻ്റെ ഇല എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇതിൻ്റെ ഒരു തോരൻ മാത്രം മതി ചോറുണ്ണാൻ ആയിട്ട്. ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമുണ്ടാവുമോ എന്ന് സംശയമാണ്. നമ്മൾ പണ്ടുള്ള ആളുകൾക്കും അതുപോലെ നമ്മൾ ഇത് കഴിച്ച് ശീലമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ഉള്ള മത്തൻ്റെ ഇലയാണെങ്കിൽ അതിൻ്റെ ഒരു രുചിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഇലയാണ് കേട്ടോ. അപ്പോൾ ഒരു വിഷവും ഇല്ലാതെ നമ്മളെ സ്വന്തം പറമ്പിലുണ്ടായ മത്തൻ്റെ ഇല എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ മത്തനില തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ഇവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിമണി ഇട്ട് കൊടുക്കുകയാണ്. ഏതൊരു ഇലക്കറിയിലേക്കും അരിമണി വലിയ ടേസ്റ്റാണ് കേട്ടോ. കടുകിന് പകരം അരിമണി ഇട്ടാൽ. അതുപോലെ തന്നെ ഒരു സവാളയും അരിഞ്ഞു വെച്ചിരുന്നു. പിന്നെ നല്ലപോലെ ഒരു 3-4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി നിങ്ങളെടുത്തിട്ടുണ്ട് നല്ല പോലെ എന്ന് വെച്ചാൽ അതിട്ട് കൊടുത്താലും മതി. ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ല ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. അതിന് ശേഷം നമ്മൾ മത്തൻ്റെ ഇല അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. നല്ല പോലെ കുഞ്ഞാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. മത്തൻ്റെ ഇല ഞാനിവിടെ അത്രയ്ക്ക് ചെറുതാക്കിയിട്ടില്ല. ഈ ടൈപ്പാണ്. നല്ലപോലെ കുനു മാതിരി അരിയണമെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് വേവുമ്പോഴത്തേക്ക് നല്ല പോലെ ചുരുങ്ങും. ആ ചുരുങ്ങിയതിന് ശേഷം നമുക്ക് തേങ്ങയും പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വെറുതെ പച്ചമുളകും തേങ്ങയും മാത്രം ഇട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ മത്തൻ്റെ ഇല ഫുള്ളായിട്ട് അരിഞ്ഞത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് പറ്റ ചുരുങ്ങും കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് നല്ല പോലെ അടച്ച് വേവിക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇടുക ഉപ്പെല്ലാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ അടച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് നമ്മൾ പിന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ വേവെല്ലാം ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ നമുക്ക് ഇലക്കറികളായതുകൊണ്ട് ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വെറുതെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, അധികം വെന്ത് കുഴഞ്ഞു പോയാൽ കയ്പ്പ് വരും. പിന്നെ ഈ ഇലക്കറികൾ ഏതു തന്നെയാകട്ടെ അതിൽ ഭയങ്കര വിറ്റാമിനാണ് എന്നൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. വൈറ്റമിൻ എയും പിന്നെ ബാക്കി എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഒരു ഇതാണ് കേട്ടോ, തോരനാണ് ഈ മത്തനില തോരൻ. അപ്പോൾ ഈ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് തേങ്ങ വെറുതെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും തേങ്ങയും ഒക്കെ ചതച്ചിട്ട് അങ്ങനെയും കൂട്ടാം, അല്ലാതെയും ഇങ്ങനെ വെറുതെയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചിരകിയത് ഒരു അരമുറി തേങ്ങയേ ഉണ്ടാവുള്ളൂ. അരമുറി അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതും എടുക്കുക. എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മത്തൻ്റെ ഇല എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. കുറേ മത്തൻ്റെ ഇല ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ വേണ്ടി വരും. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തതാ ഈ സ്റ്റേജിലെത്തുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് വേണ്ടവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പം അതിനൊരു ചോറിലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മത്തൻ്റെ ഇലയ്ക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഓരോ ഇലയ്ക്കും ഓരോ ടേസ്റ്റല്ലോ. മുരിങ്ങ ഇലയ്ക്ക് വേറെ ടേസ്റ്റ്, മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ഇതിനെല്ലാം വേറെ ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലെല്ലാം വെറുതെ മത്തൻ്റെ ഇലയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. തോരനും അതുപോലെ കറിയോ എന്ത് ആണെങ്കിലും വെച്ച് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.